ചാപ്പ കുത്തിക്കൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാജ്യത്ത് വളരെ വലിയ കുതിപ്പ് SDPI വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ദാവൺഗരെ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ സാന്നിധ്യമായിട്ട് കർണാടകയിൽ മത്സരിക്കുന്നു. തമിഴ്നാടിൽ DMK മുന്നണിയുടെ ഭാഗമാണ്. ഇനി വെസ്റ്റ് ബംഗാളിലേക്ക് ഇതേ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ അവിടെ ഇടതുപക്ഷവുമായി സഹകരിച്ചിട്ടാണ് SDPI മത്സരിക്കുന്നത്. ഇടതുപക്ഷവുമായി സഹകരിക്കുന്നു, ഒരേ മുന്നണിയിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കേരളത്തിൽ മാത്രം മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടുത്തെ മുന്നണികളും രാഷ്ട്രീയ നേതൃത്വവും സാമ്പ്രദായിക പാർട്ടികളും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. അതാണ് CPM അടുത്ത കാലത്ത് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാതെ നിൽക്കുന്നതിന്റെ കാരണം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK സഖ്യത്തിലാണ്. DMKയുടെ ഉദയനിധി സ്റ്റാലിൻ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധത സമീപനം, സംഘപരിവാർ വിരുദ്ധത പറയുന്ന, RSSന്റെ നയങ്ങൾക്കെതിരെ സംസാരിക്കുന്ന, രാജ്യത്തെ ഏറ്റവും വലിയ RSS വിരുദ്ധ ശബ്ദമായ, സംഘപരിവാർ വിരുദ്ധ ശബ്ദമായ, ഫാസിസ്റ്റ് വിരുദ്ധ ശബ്ദമായ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ്. അദ്ദേഹത്തിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനാണ്. ആ ഉദയനിധി സ്റ്റാലിന് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPI ഷാൾ ഇട്ടതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, SDPI അംഗീകൃതപ്പെട്ട ഫാസിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനമാണെന്നുള്ള ഒരു നിർണായകമായ പ്രഖ്യാപനം പോലെയുള്ള കാര്യമാണ് അദ്ദേഹം അവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കേരളത്തിൽ LDF, UDF, CPM, ലീഗ്, കോൺഗ്രസ് സർവകക്ഷികളും കർണാടകയിലേക്ക് എത്തിയാൽ DMKയുടെ കൂടെയാണ്, സംയുക്തമായ SDPIയുടെ കൂടെയാണ്. ഇവിടെ എത്തുമ്പോൾ മാത്രം വെറുതെ നിലവിളിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ട് ഇവിടെ മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരൊന്നും കുരുപൊട്ടി ഒലിക്കേണ്ട ഒരു കാര്യവുമില്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് അനിവാര്യമായ ഒരു പ്രസൻസായി SDPI മാറിയിരിക്കുകയാണ്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വിലപ്പോവില്ല. അവിടെ ആർക്കും തീവ്രവാദ സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല, അവിടെ ആർക്കും ഭീകരവാദ സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല, അവിടെ KM ഷാജിയെ പോലെയുള്ള രാജ്യദ്രോഹ സർട്ടിഫിക്കറ്റുകൾ ചാപ്പയടികളൊന്നും നടക്കാറില്ല. VD സതീശനെ പോലെയുള്ള ആളുകൾ അവിടെ ഇല്ല. അവിടെ നയിക്കുന്നത് MK സ്റ്റാലിനാണ്, ഉദയനിധി സ്റ്റാലിനാണ്. അപ്പോൾ സമ്പൂർണമായിട്ടുള്ള ഒരു മതേതര നിലപാട് എങ്ങനെ ആയിരിക്കണമെന്നും ഫാസിസ്റ്റ് വിരുദ്ധ സമീപനത്തിൽ കൂടെയുള്ള സർവ്വ പ്രസ്ഥാനങ്ങളെയും, സെക്യുലറായി നിൽക്കുന്ന, അതിനെതിരെ ഫാസിസത്തിനെതിരെ ശബ്ദിക്കുന്ന സർവ്വ പ്രസ്ഥാനങ്ങളെയും കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമാണ് യഥാർത്ഥത്തിൽ MK സ്റ്റാലിൻ